വിർച്വൽ അറസ്റ്റിലൂടെ 1 കോടി രൂപ തട്ടിയ കേസിൽ CBI അന്വേഷണം വരുന്നു. തിരുവനന്തപുരം CBI യൂണിറ്റാണ് FIR രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനത്ത് ആദ്യമായാണ് സൈബർ പണം തട്ടിപ്പിൽ CBI അന്വേഷണം ഏറ്റെടുക്കുന്നത്. അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകും. അനന്തൻ, ഈ CBI ഈ കേസ് ഏറ്റെടുക്കുന്ന പശ്ചാത്തലം എന്താണ്? ഈ കേസിന്റെ ഒരു സ്വഭാവം എന്താണ്? അക്ഷയ, നമുക്കറിയാം സമീപകാലത്ത് സംസ്ഥാനത്തടക്കം രാജ്യത്ത് വലിയ തോതിൽ നടന്നൊരു സൈബർ തട്ടിപ്പാണ് വിർച്വൽ അറസ്റ്റ്. ഒരുപാട് പേർ ആ വിർച്വൽ അറസ്റ്റിന് ഇരയാവുകയും കോടിക്കണക്കിന് രൂപ ഈ സൈബർ തട്ടിപ്പുകാർ തട്ടിയെടുക്കുകയും ചെയ്തു. അതിൽ ഒരു കേസാണ് ഇപ്പോൾ CBI അന്വേഷിക്കാൻ ഒരുങ്ങുന്നത്. തിരുവനന്തപുരം CBI യൂണിറ്റാണ് ഈ മാസം 23-ന് FIR രജിസ്റ്റർ ചെയ്തത്. എറണാകുളം CJM കോടതിയിലാണ് ഇത് സംബന്ധിച്ച് CBIയുടെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2024 ജൂലൈ 24-ന് തൃശൂർ സിറ്റി സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ് ഇപ്പോൾ CBI ഏറ്റെടുത്തിരിക്കുന്നത്. അത് തൃശൂർ സ്വദേശിയായ പ്രവാസി മലയാളിയായ A അബ്ദുള്ള എന്ന വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ കേസ്. അദ്ദേഹത്തെ ഈ ഫെഡക്സ് കൊറിയർ വഴി അദ്ദേഹത്തിൻ്റെ പേരിൽ റഷ്യയിലേക്ക് മയക്കുമരുന്ന് അയച്ചെന്നും അത് കസ്റ്റംസ് പിടിച്ചെന്നും പറഞ്ഞുകൊണ്ട് മുംബൈയിലെ സൈബർ ക്രൈം ഓഫീസർ എന്ന് പരിചയപ്പെടുത്തിയ ആൾ വിളിക്കുകയും വിർച്വൽ അറസ്റ്റിൽ പെടുത്തുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ ഓഹരി അടക്കം വിറ്റ് ഏതാണ്ട് 1 കോടി രൂപ സൈബർ സംഘം തട്ടിയെടുത്തു. ആ തട്ടിയെടുത്തത് 3 ദിവസമായിട്ടാണ്. അതിനുശേഷമാണ് അദ്ദേഹം അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുകയും തൃശൂർ സിറ്റി പോലീസിനെ സമീപിക്കുകയും ചെയ്തത്. ആ കേസ് സൈബർ പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഈ പരാതിക്കാരൻ തന്നെ ഹൈക്കോടതിയെ സമീപിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. ഹൈക്കോടതിയിൽ കേരള പോലീസ് പറഞ്ഞത് ഞങ്ങൾ ഇത് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് എന്നാണ്. CBIയും അത് കേരള പോലീസ് അന്വേഷിച്ചോട്ടെ, അത് ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നാണ് അറിയിച്ചത്. പക്ഷേ ഹൈക്കോടതിയാണ് മുൻകൈ എടുത്തുകൊണ്ടാണ് ഇത് CBI അന്വേഷിക്കണം എന്ന് നിലപാടെടുത്തത്. ഹൈക്കോടതി അതിന് പറഞ്ഞ കാരണം ഇത് സംസ്ഥാനാനന്തരം ബന്ധമുള്ള കുറ്റവാളികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ തുക നഷ്ടമായിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇത് CBI തന്നെ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2025 മാർച്ച് 28-നാണ് ഹൈക്കോടതി ജഡ്ജി ഇത് CBIക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം CBI ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്വഭാവം, അതിന്റെ ഗൗരവം അത് കോടതി നേരെയ നിലയിൽ കണ്ടെത്തി പരാതിക്കാരന്റെ ആവശ്യം അംഗീകരിക്കുകയാണ്. CBI അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്.